കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ പാണക്കാട്ടെത്തി കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്നാണ് AP അനിൽകുമാറിന്റെ വിശദീകരണം. ഭൂരിപക്ഷമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും ഇപ്പോൾ ആ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. പൂർണ്ണമായും ഇതൊരു സൗഹൃദ സന്ദർശനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനും 2 ദിവസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വന്നു, കണ്ടു. തീർത്തും സൗഹൃദപരം. മുഖ്യമന്ത്രി തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ പാർട്ടിയുടെയൊക്കെ ഹൈക്കമാൻഡ് കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, അപ്രതീക്ഷിതമല്ല ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ. ഇന്ന് AP അനിൽകുമാർ പാണക്കാട്ടേക്ക് എത്തുന്നു, PK കുഞ്ഞാലിക്കുട്ടി എത്തുന്നു. ഈ തരത്തിലുള്ള ചർച്ചകളും സമ്മർദ്ദങ്ങളുമൊക്കെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുകയാണ് ഉറച്ച വിജയപ്രതീക്ഷയ്ക്ക് പിന്നാലെ. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. അതോ പോളിംഗിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് പാണക്കാട് ഇത്തരം ഒരു സന്ദർശനം നടത്തുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പാണക്കാടെത്താറുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ കൂടിയായിട്ടുള്ള AP അനിൽകുമാറിന്റെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും എത്തിയിരുന്നു. സൗഹൃദ സന്ദർശനം മാത്രമാണിതെന്നുള്ളതായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AP അനിൽകുമാറിന്റെ പ്രതികരണം. ഭൂരിപക്ഷമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. മറ്റു ചർച്ചകളൊക്കെ തന്നെ അനാവശ്യമാണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകളാണെന്നുള്ളതും AP അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്. സമാനമായിട്ടുള്ള പ്രതികരണം PK കുഞ്ഞാലിക്കുട്ടി നടന്നു. അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ്. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് AP അനിൽകുമാർ വന്നു. സ്വാഭാവികമായിട്ട് മലപ്പുറത്ത് നേതാവെന്ന നിലയിൽ വടക്കൻ കേരളത്തിലെ മലപ്പുറത്തെ ഉൾപ്പെടെ രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പ് ശേഷമുള്ള സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തി എന്നുള്ളതാണ് AP അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും കോൺഗ്രസിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വേണ്ടി KC വേണുഗോപാലിന് വേണ്ടി തന്നെ AP അനിൽകുമാർ വന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും നേതൃത്വം കൊടുത്ത് ഹൈക്കമാൻഡാണെന്ന് AP അനിൽകുമാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനും പൂർണ്ണ സജ്ജമാക്കിയത് UDF-നെ ഹൈക്കമാൻഡാണ്. മുഖ്യമന്ത്രിയെയും ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു AP അനിൽകുമാർ പറഞ്ഞിരുന്നത്. സമാനമായിട്ടുള്ള പ്രതികരണം അദ്ദേഹം ഇന്നും നടത്തുന്നുണ്ട്. ഒരു ഭാഗത്തെ VD സതീശന് വേണ്ടിയിട്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചരടുവലി നടന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് KCയുടെ വിശ്വസൻ കൂടിയായിട്ടുള്ള AP പാണക്കാടെത്തി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ പാണക്കാട്ടേക്ക് ഈ പറയപ്പെടുന്ന മറ്റു നേതാക്കളുടെ അനുയായികളും എത്തു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതും